ഐബ്രോസ് ആഷിഫ് നല്ലൂർ നല്ല സുന്ദരനല്ലേ? നാട്ടിലെ താരങ്ങളെ തേടിയുള്ള യാത്രയിൽ ഇന്നത്തെ അതിഥികളായി നമ്മൾ മുന്നിലെത്തിയിരിക്കുന്നത് കാർഷിക മേഖലയിൽ വ്യത്യസ്തത തെളിയിച്ച പ്രദീപ് കുമാർ ആൻഡ് ടീം. നമുക്ക് പരിചയപ്പെടാം. പ്രദീപേട്ടാ, നമസ്കാരം. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പ്രദീപേട്ടനായിട്ട് സംസാരിക്കാം. പ്രദീപേട്ടാ, എന്തുണ്ട്? പിന്നെ ഈ കാർഷിക മേഖലയിൽ എത്തിപ്പെടാനുള്ള കാരണം എങ്ങനെ? കാരണം ചെറുപ്പം തൊട്ടിട്ട് തന്നെ കൃഷിയിൽ താല്പര്യമുള്ള ആളായിരുന്നു. പിന്നെ കുറെ പ്രവാസി ജീവിതം, കുറെ കാലം പ്രവാസിയായിരുന്നു. പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചു വന്ന് ഞങ്ങള് രണ്ടുപേരും പ്രവാസിയായിരുന്നു. പുള്ളി നാട്ടിൽ തന്നെയുള്ള ആളായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന ശേഷം നമുക്ക് ഒരു ദിവസം കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ വാഴക്കൃഷി സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാഴക്കൃഷിയായിരുന്നു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ മീൻ കൃഷി ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ പുറമെ പപ്പായം കൃഷി ഉണ്ടായിരുന്നു. ആ പപ്പായത്തിന്റെ ഇപ്പം മുള്ള മണ്ണിന്റെ ശല്യം കൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. മീൻ കൃഷി ഇപ്പം ഉണ്ട്, തൽക്കാലത്തേക്ക് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ വള്ളി കൃഷി, വള്ളിയുടെ PVC പൈപ്പില് വള്ളി കൃഷിയുണ്ട്. അത് ഈ സ്ഥലം വേറെയാണ്, വേറെ സ്ഥലത്താണുള്ളത്. അപ്പൊ അതും ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഏകദേശം ആയിരക്കണക്കിന് വാഴ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൊത്തി ഒഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത് വെക്കാനുള്ള സംവിധാനത്തിലാണുള്ളത്. ഇതെല്ലാം നിങ്ങൾ മൂന്നാളും കൂട്ടായിട്ട്? അതെ, മൂന്നാളും കൂട്ടായിട്ടാണ്. പേര് അശോകൻ, രാമകൃഷ്ണൻ, എല്ലാവരും ഒരുമിച്ചുള്ളതാണ്. നമ്മളൊന്നും ഒന്നിച്ച് കൂട്ടുമുട്ടുക ഞായറാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലും. അതുപോലെ പ്രവാസി ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, വെള്ളിയാഴ്ച എല്ലാവരും കൂടുമ്പോൾ തന്നെ ഞായറാഴ്ച ഞങ്ങളിവിടെ ഒന്നിച്ച് കൂടുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അത് ലാഭം പ്രതീക്ഷിച്ചൊന്നുള്ള കൃഷിയല്ല. എന്നുവെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു എല്ലാവരും കണ്ടുമുട്ടാനും അതിൻ്റെതായ ഇതിൽ, പിന്നെ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു മാതൃകയായിട്ട് എന്ന് കുട്ടികൾ പുതിയ തലമുറക്ക് ഒരു മാതൃക കാണിച്ചിട്ടാണ്. അവാർഡും എല്ലാം കിട്ടിയത് അല്ലേ? അവാർഡ് രണ്ട് മൂന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്റ്റേറ്റ് ബാങ്കിന്റെ വകയുണ്ടായിരുന്നു, പിന്നെ പാനൂർ മുനിസിപ്പാലിറ്റി വകയുണ്ടായിരുന്നു, കൃഷി വകുപ്പിന്റെ കേരളത്തിലുണ്ടായിരുന്നു. അത് ആദരവായിരുന്നു. ഒന്ന് NSS മറ്റേ കുട്ടികളെ പരിപാടിയിൽ അതിൽ KP മോഹൻ MLA ആയ KP മോഹന്റെ കേരളത്തിലായിരുന്നു ഇരുന്നത്. അങ്ങനെ ഓരോ വള്ളി കൃഷി നല്ല രീതിയിൽ, വള്ളി കൃഷി ഇപ്പൊ ഏകദേശം 10 മാസമായിട്ടേ ഉള്ളൂ. അതിപ്പോ ഒരു 2.5 മീറ്റർ 3 മീറ്ററോളം PVC പൈപ്പ് കയറിക്കാനായി പോകുന്നു. PVC പൈപ്പിൽ പറിക്കാൻ തുടങ്ങി, ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാറാ. എന്താന്ന് വെച്ചാൽ അതിന് ഒരു ഇതിന്റെ വള്ളി മേടിച്ചിരിക്കുന്ന അവർക്ക് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ 1 വർഷം വള്ളി ഇത് വേണ്ടാന്ന്, പൂ ഒഴിവാക്കാനാണ്, ക്ഷീണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കുറെയെല്ലാം ഒഴിവാക്കും, കുറെയെല്ലാം കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സംരംഭം ഏതായാലും പിന്നെ വൻ വിജയത്തിൽ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വീടുക. അപ്പം ബ്രോസ്, നാട്ടിലെ താരത്തിലുള്ള യാത്ര തുടരുകയാണ്. ശേഷം അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.